നിലക്കടല കൊണ്ടുള്ള പോളി തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിൽ ഗോതമ്പ് പൊടി എടുക്കുക. അതിലേക്ക് റവ പിന്നെ അല്പം എണ്ണ എന്നിവ ചേർത്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. മാവ് നന്നായി തയ്യാറായി വന്നിട്ടുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഇത് മാറ്റിവെക്കാം. ഇനി ഒരു പാനിൽ നിലക്കടലയിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. 3-4 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നിലക്കടല നന്നായി പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശർക്കര പൊടി ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി തയ്യാറാക്കിയ മാവിൽ നിന്നും ചെറിയൊരു ഭാഗം എടുത്ത് ഉരുളകളാക്കുക. എന്നിട്ട് നിലക്കടല കൂട്ട് ഇതിലേക്ക് വെച്ച് അറ്റം കവർ ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഇത് പരത്തിയെടുക്കുക. നല്ല കട്ടി കുറഞ്ഞ രീതിയിൽ നമുക്ക് പോളി തയ്യാറാക്കാം. നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ തവയിലേക്കിട്ട് 2 സൈഡും ചൂടാക്കിയെടുക്കണം. സൈഡിലായിട്ട് എണ്ണ ഒഴിക്കുക. അതിനുശേഷം 2 സൈഡും മറിച്ചിട്ട് ചൂടാക്കുക. നമ്മുടെ പീനട്ട് പോളി അഥവാ നിലക്കടല പോളി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് പോളി തയ്യാറാക്കുക എന്ന് മനസ്സിലായില്ലേ? നിങ്ങളും വീട്ടിൽ ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേര സമയങ്ങളിലൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.